സോ എന്താണ് ഈ ടീം 5? ആരൊക്കെയാണ് ഈ ടീം 5? ടീം 5 ശരിക്കും നിങ്ങൾ ഒരു 5 ആൾക്കാർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിക്കണം. അല്ലല്ല, അങ്ങനെ ശരിക്കും എല്ലാവരും ഒരു ബൈക്ക് ഒരു അഡ്വഞ്ചർ സ്പോർട്ട് എന്നുള്ള രീതിയിലാണ്. സ്പോർട്ട് മൂവിയാണ്. കുറച്ച് ബൈക്ക് സിറ്റുവേഷൻസ് ആണ് സ്റ്റിൽസ് എല്ലാം. ബൈക്ക് സ്റ്റൺസ് ആൻഡ് ബൈക്ക് റേസിനെ കുറിച്ചാണ് സിനിമ. ബട്ട് ഒരു ഫാമിലി ഓറിയന്റഡ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് അഖിൽ എന്നാണ്. അപ്പൊ എൻ്റെ ഒരു 5 ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞ ക്രിസ് ആണ്. ക്രിസ് ക്യാരക്ടറിന്റെ പേരല്ല, ഒറിജിനൽ പേരാണ് ഞാൻ പറയുന്നത്. ക്രിസ് ഓൾറെഡി ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ എല്ലാ ബൈക്ക് സ്റ്റൺസിലും അദ്ദേഹമാണ് ലീഡർ. അപ്പം ഒരു ക്യാരക്ടർ ക്രിസ് ആണ് പ്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു ദേവ്, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയാണ് പ്ലസ് ആക്ടറും കൂടിയാണ്. പിന്നെ ഒരു അസ്കർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വിദ്യാരാജയിൽ എൻ്റെ കൂടെ സെയിം സ്കൂളിൽ പഠിച്ചിരുന്നതാണ് പണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്നത് ആനന്ദ്. അദ്ദേഹം ഇപ്പോഴും തമിഴ് സിനിമയോട് ഒരു മെയിൻ വില്ലനായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 4 കൂട്ടുകാർ പ്ലസ് ഞാൻ, അപ്പം 5, അതാണ് ടീം 5. പിന്നെ എൻ്റെ അനീതിയായിട്ട് അഭിനയിക്കുന്നത് പേളിയാണ്. അപ്പോൾ ഒരു ഫൺ ലവിങ് ഒരു ചേട്ടൻ. എനിക്ക് തോന്നുന്നു കുറേ ആളുകളായിട്ട് കണക്ട് ആവും. കാരണം എൻ്റെ ചേട്ടനും എൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നിവിച്ചേച്ചും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അനീതിയും ചേട്ടൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേട്ടനെ ഞാൻ കുറെ കോപ്പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്റെ രീതികൾ, എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച രീതികളൊക്കെ ചെറുപ്പത്തിലുള്ള ഓർമ്മയൊക്കെ ഉള്ള പോലെയാണ് ഞാനും പേളി തമ്മിലുള്ള റിലേഷൻ. ഒരു ടിപ്പിക്കൽ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്. പിന്നെ നിക്കി ഗൽറാണി ആണ് നായിക. ഇഷ്ടം പോലെ. അപ്പം ബേസിക്കലി നിക്കി ഒരു സ്പോൺസറായിട്ടാണ് വരുന്നത്, ബൈക്ക് സ്പോൺസർ, ഒരു മാർക്കറ്റിംഗ് ഹെഡായിട്ട്. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ലേസി, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ലേസി ആയതുകൊണ്ടാണോ? അല്ല, ഭയങ്കര ലേസി, ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പല്ല് തേക്കുക, കുളിക്കുക, ഫുഡ് കഴിക്കുക, ഡ്രസ്സ് മാറണോ, ഇപ്പം സാധാരണ ആൾക്കാർ ഈ ഡ്രസ്സ് ഇടണോ ആ ഡ്രസ്സ്, അങ്ങനെയൊന്നുമില്ല. ബൈക്ക് സ്റ്റണ്ട്, ബൈക്ക് റേസ്, ഫ്രണ്ട്സ്. പ്രേമമില്ല. നിക്കിയാണ് ഡ്രീം സീക്വൻസ് ഒക്കെ. അപ്പൊ നിക്കിക്കും ഇൻട്രസ്റ്റ് വരും, പക്ഷെ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബൈക്ക് സ്റ്റണ്ട് ജയിക്കണം, ചാമ്പ്യൻഷിപ്പ് ജയിക്കണം, കൂട്ടുകാരോട് അടിച്ചു പൊളിക്കണം, വേറെ ഒരു ചിന്തയില്ല. അപ്പൊ അതിനെ ഓറിയന്റ് ചെയ്തൊരു കഥ. പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഒരു കുടുംബത്തിലുണ്ടാകുന്ന അനീതി, പിന്നെ 5 കൂട്ടുകാരന്മാർ ഫുൾ ടൈം വീട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ അതിനോട് ബന്ധമായി. അച്ഛനില്ലാതെയാണ് വളർത്തിയിരിക്കുന്ന അമ്മ. അപ്പം അമ്മ ലോൺ എടുത്ത് തന്നൊരു ബൈക്കാണ് ഞാൻ ബൈക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നത്. അത് അമ്മ അറിയുമ്പോഴുള്ള വിഷമങ്ങൾ, അതിൻ്റെതായ. പിന്നെ എൻ്റെ അമ്മാവനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാജീവ് രംഗൻ ചേട്ടനാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ വരികയാണ്. അപ്പം രാജീവ് ചേട്ടന്റെ അമ്മാവന്റെ ആ ക്യാരക്ടർ ശരിക്കും എൻ്റെ അമ്മാവനെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നോടാ, ഇങ്ങനെ ഈ അമ്മാവന്റെ ക്യാരക്ടർ. എൻ്റെ അമ്മാവനും എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു കുറെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിച്ചു നടന്നോടാ. പക്ഷെ ഈ അമ്മാവനാണ് എൻ്റെ ഫസ്റ്റ് ക്രിക്കറ്റ് രഞ്ജി ട്രോഫി കാണാനായിട്ട് എൻ്റെ സ്വന്തം അനിയൻ അമ്മാവൻ എന്ന് പറഞ്ഞു, ആശമ്മായി. അപ്പൊ അറിയായിരിക്കും, ഇവിടുത്തെ നമ്മുടെ കോൺഗ്രസിൽ ഇതാണ് പഞ്ചായത്ത് ചെയർപേഴ്സണോ അങ്ങനെ എന്തോ, എനിക്കറിയില്ല. അപ്പം അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ വൈഫ്. അപ്പൊ അമ്മാവൻ ആണ് എൻ്റെ രഞ്ജി ട്രോഫി കാണാൻ വന്ന എൻ്റെ കസിൻ്റെ ആദ്യത്തെ വ്യക്തി. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധമുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ടീം 5 എനിക്ക് തോന്നുന്നു ഒരു അഡ്വഞ്ചർ. നമ്മുടെ മെയിൻ തീം തന്നെ അഡ്വഞ്ചർ ഇസ് നോട്ട് എ ക്രൈം, ഇറ്റ്സ് എ സ്പോർട്ട്. അപ്പോൾ അതാണ് നമ്മുടെ തീം തന്നെ.